മലപ്പുറത്ത് ആടിന്റെ തലയറുത്ത് ആഹ്ലാദ പ്രകടനം. തവനൂരിലാണ് സംഭവം. എന്താണ് അവിടെ സംഭവിച്ചത്? പറയൂ. ഗൗതം രാഖി, അത് കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം തവനൂരിൽ KT ജലീലിന് എതിരായി നിന്നിരുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള VS ജോയ് വിജയിച്ചത്. VS ജോയ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് അവിടെ വിജയിച്ചത്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെയും SDPയുടെയും ഒക്കെ പ്രവർത്തകർ ചേർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത്. ആടുമായി ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അതിനുശേഷം ആടിന്റെ കഴുത്തിൽ KT ജലീലിന്റെ ഒരു ചിത്രം അത് കെട്ടിത്തൂക്കിക്കൊണ്ടാണ് ആടുമായി ഈ നഗരത്തിലൂടെ പ്രദർശനം നടത്തുന്നത്, ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. അതിനുശേഷം ആ നഗരമധ്യത്തിൽ തന്നെ വെച്ച് അല്പം മാറി ഈ ആടിന്റെ തല ഇറക്കുന്നു. ഈ മഹാത്യാഗിയുണ്ടല്ലോ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഒരു ജന്മം മുഴുവൻ അഹിംസാ മന്ത്രങ്ങൾ ഉരുവിട്ട് പഠിച്ച ഈ മഹാമനുഷ്യ സ്നേഹി അതെല്ലാം മറന്നൊരു AK-47 എടുത്ത് എല്ലുന്തി കൂടുകുത്തിയ നെഞ്ചമർത്തി പിടിച്ച് പിന്നെ നിന്റെയൊക്കെ ഈ വർഗത്തിനെ ഇങ്ങനെ നിരത്തി നിർത്തി നിന്റെയൊക്കെ ചങ്കിലിട്ട് ഹറാം 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 എന്ന് എണ്ണി എണ്ണി തുരാന്ന് കാഞ്ചി വലിച്ചത് തല വെച്ചുകൊണ്ട് പിന്നീട് ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നത്. ലീഗിന്റെ പ്രവർത്തകരാണ്. മുസ്ലിം ലീഗിനെ ജയ് വിളിച്ചുകൊണ്ടാണ് ആ പ്രവർത്തകർ ഈ ആടിന്റെ അറുത്ത ചോരയൊലിക്കുന്ന തലയുമായി ആ നിരത്തിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്നതാണ്. മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത് കേരളത്തിൽ മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം കേരള സമൂഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു ജീവിയെ അറുത്തുകൊണ്ട്, നിഷ്കരുണം അറുത്തുകൊണ്ട് ഈ രീതിയിൽ ഒരു ക്രൂരമായ ഇത്തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നത് ഇത് പുറത്തു വന്നതിന് പിന്നാലെ, ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതായത് താലിബാനിലിസം, അതായത് തീവ്രവാദികൾ ചെയ്യുന്ന അതേ രീതിയിലാണോ നിങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ വെടിപൊട്ടിച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ ജീവികളെ കഴുത്തറുത്തുമൊക്കെയുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിൽ താലിബാനികളുടെയും അതുപോലെ ജിഹാദികളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന്. അതേ കൊച്ചുകുട്ടിയൊന്നുമല്ലോ അബദ്ധം പറ്റാൻ, മനുഷ്യന് മനസ്സമാനോ വലുത്. കഴിഞ്ഞ ദിവസം കാസർഗോഡും ഇതേപോലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് ബോംബ് വെച്ച് തകർത്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് കണ്ടു. ഇതേ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് മലപ്പുറത്ത് നിന്നും ഇത്തരത്തിലൊരു വാർത്ത വരികയാണ്. ഒരു ജീവിയെ നിഷ്കരുണം കൊന്ന് ആ ചോരയൊലിക്കുന്ന തലയുമായി നഗരമധ്യത്തിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തിപ്പോകുന്ന ഒരു മെന്റാലിറ്റി, ഒരു മനോനില എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അതീവ ഗൗരവത്തോടെയാണ് ഇത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കേരള സമൂഹമൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ദേവി സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കണം.